കോഴ്സ് അടിപൊളിയാണ്. നമ്മൾ ആ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% നമ്മൾ പ്രോഫിറ്റ് തന്നെ. സപ്പോർട്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മള് ഫാസിൽ ബ്രോന്റെ ക്ലാസ്സുകൾ, അതാ ന്യൂസിന്റെ ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഉം. പുതിയ പുതിയ അറിവായിരുന്നു. അത് നമ്മൾ ചിന്തിച്ചിട്ടേ സ്ട്രാറ്റജി വർക്കൗട്ടായി. ഞാൻ ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ സോൺ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കോഴ്സ് 50,000 രൂപക്ക് വർത്താണോ അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ ചോദിക്കുമല്ലോ ഇതെല്ലാം 50,000 രൂപയ്ക്കൊക്കെ ഉണ്ടോ എന്നുള്ളത്. പുറത്താണ്. ഞാൻ ഒന്ന് രണ്ടാളുകൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോ, ആ ഹായ്. എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം തന്നെ. എങ്ങനെയുണ്ട് കോഴ്സ് എല്ലാം എങ്ങനെ പോകുന്നത്? കോഴ്സ് ഉഷാറായി പോകുന്നുണ്ട്. ഇപ്പോ ലൈവ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി ബ്രോ. ആസ് എ ബിഗിനർ സ്റ്റാർട്ട് ചെയ്തതാണോ അതോ ഇന്റർമീഡിയറ്റ് ആണോ? ഇന്റർമീഡിയറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ട്രേഡിംഗിൽ ഇന്ത്യൻ മാർക്കറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതില് പിന്നെ ഈ ലിവറേജ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇൻട്രാഡേ ചെയ്തിട്ടേ ആഹാ. ഒരുപാട് ക്യാഷ് പോയി. പിന്നെ ഫോറക്സിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്നു കുറച്ച്. ഒരു സ്ട്രാറ്റജി ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോവുകയായിരുന്നു. ആഹാ, മിനിച്ചിട്ട്. അതെ അതെ അതെ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ ട്രൂസൻസ് TMC കോഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോഴ്സ് അടിപൊളിയാണ്. നമ്മൾ ആ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% നമ്മൾ പ്രോഫിറ്റ് തന്നെയാണ്. നമ്മൾ ഫുൾ ടൈം തന്നെ ട്രേഡിംഗ് ചെയ്യണം എന്നാണ് ആഗ്രഹം. കാരണം ഇപ്പൊ ഒരു പ്രവാസിയാണ്, നിർത്തി പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ ആദ്യം ആലോചിച്ചു വല്ല പ്ലാൻ നിങ്ങളുടെ അടുത്ത് അവിടെ വന്ന് പഠിച്ച് ലൈവായിട്ട് ട്രേഡ് അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോയിൽ കാണാറുണ്ട്. അങ്ങനെ ഒന്നിച്ചിരുന്ന് ട്രേഡ് ചെയ്ത്. കാരണം വെച്ചാൽ നമ്മളിപ്പോ ഒരാൾ ഉണ്ടാകുമ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യും. നമ്മളിപ്പോ സ്വന്തമാകുമ്പോൾ ഇമോഷൻസ് കയറി വരും. ഇപ്പൊ $100 കിട്ടിയ നാളെ ഞാൻ വിചാരിക്കും അതേപോലെ ഇപ്പൊ $100 ഇട്ടിട്ട് അതുകൊണ്ട് $10 കിട്ടി, $1000 ഇട്ടാൽ $100 കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ ക്യാപിറ്റൽ കൂട്ടിയിട്ട് പിന്നെ വാഷ് ഔട്ടായി. അങ്ങനെ ഞാൻ ഇതുവരെ ട്രേഡ് ചെയ്തൊക്കെ SL ഇല്ലാതെ വെറും TP വെച്ച്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഈ ക്യാപിറ്റൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ 0.01 ഒക്കെ സേഫ് ആയിട്ട് എത്ര വേണമെങ്കിലും SL അങ്ങനെ കൂട്ടിയിടാലോ, പ്രശ്നമില്ലല്ലോ. അങ്ങനെ പിന്നെ വിന്നിംഗ് റേഷ്യോ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷെ ഇതാണ് ബ്രോ പറഞ്ഞ പോലെ ഒറ്റ SL മതി. SL അടിച്ചാൽ, അതായത് SL ഇല്ലാത്ത ഒറ്റ താഴോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ വാഷ് ഔട്ടായി. വാഷ് ഔട്ടോ. SL വെക്കാത്ത ഒരു ട്രേഡ് 100% ഇന്നല്ലെങ്കിൽ നാളെ വാഷ് ഔട്ടാവും. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് അക്കൗണ്ടുകൾ കൊണ്ടുപോയി കളഞ്ഞ അനുഭവം കൊണ്ട് പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത്. ദയവായിട്ട് ഇന്ന ഓരോരോ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ സെഷനിൽ തന്നെ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും സത്യമായിരുന്നല്ലേ. ഇതൊക്കെ എന്റെ അനുഭവത്തിലുണ്ടായതാ. അതെ. പിന്നെ അത് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ പിള്ളേരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പ്രൊസൻസിന്റെ? സപ്പോർട്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മള് ഫാസിൽ ബ്രോന്റെ ക്ലാസ്സുകൾ, അതാ ന്യൂസിന്റെ ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഉം. പുതിയ പുതിയ അറിവായിരുന്നു. അത് നമ്മൾ ചിന്തിച്ചിട്ടില്ല. എങ്ങനെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് വർക്കൗട്ട് ആയോ TMC സ്ട്രാറ്റജി? സ്ട്രാറ്റജി വർക്കൗട്ടായി. ഞാൻ ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ സോൺ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഗുഡ്. പക്ഷെ നമുക്ക് ഇതാണ് എനിക്ക് പേഴ്സണലായിട്ട് ഈ ക്ഷമയില്ലായ്മ, അതേപോലെ പിന്നെ ജസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് SL ഇല്ലാതെയും TP ഇല്ലാതെ കുറെ ട്രേഡ് ചെയ്ത്. അതെ, പ്രോപ്പറിന്റെ ട്രെയിനിങ് എന്തെങ്കിലും ഉണ്ടോ പാസ്സാക്കി തരാൻ അങ്ങനെ അതിന് പറഞ്ഞു. ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ കൂളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതിന് മുന്നേ ആദ്യം ഇതിൽ ചെയ്ത് എക്സ്പീരിയൻസ് ആക്കണം കേട്ടോ. നമുക്ക് ഡിസിപ്ലിൻ കൃത്യമായിട്ട് പോകണം. ലൈവായിട്ട് ട്രേഡിംഗ് ഉണ്ടോ? എങ്ങനെ? അതായത് ഒന്നിച്ച് ഇരുന്ന്. ഒന്നിച്ചില്ല ട്രേഡിങ്ങോ കാര്യങ്ങളൊന്നും അല്ല ബ്രോ. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങളുടെ ഫോണിൽ നെറ്റ് കൊണ്ട് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ ഒരാൾ ട്രേഡർ ആവൂ. കാരണം ഒരുമിച്ച് ഇത് അതെ അതെ. ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഒക്കെ കിട്ടും. പക്ഷെ അതിന് സൂം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനവിടെ തീർന്നു. അവന് പിന്നെ ഉം. മോചനമില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ കഷ്ടപ്പെട്ട് പഠിച്ച് ആ ലെവൽ ഒറ്റ തന്നെ ചെയ്ത് സംശയങ്ങൾ വരും. ഇഷ്ടംപോലെ സംശയം വരും. പണി കിട്ടും. അതൊക്കെ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിനെ ഒരു പ്രൊഫഷൻ ആക്കിയിട്ട് നമുക്കൊരു വരുമാനമായിട്ട് ഇത് വരാൻ തുടങ്ങുള്ളൂ. അല്ലാത്ത പക്ഷം എന്താ പറയുക, കുറച്ച് പൈസ ഉണ്ടാക്കും, കുറച്ച് കൊണ്ടുപോയി കളയും. ഇതൊരു രസം എന്നുള്ള ലെവലിലേക്ക് പോകും. പിന്നെ എങ്ങനെ തോന്നുന്നു ബ്രോ കോഴ്സ് 50,000 രൂപക്ക് വർത്താണോ അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ ചോദിക്കുമല്ലോ ഇതെല്ലാം 50,000 രൂപയ്ക്കൊക്കെ ഉണ്ടോ എന്നുള്ളത്. പുറത്താണ്. ഞാൻ ഒന്ന് രണ്ടാളുകൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു ബ്രോ. പിന്നെ പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല ന്യൂസിന്റെ ക്ലാസ് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അടിപൊളിയായിരുന്നു. പിന്നെ പ്രോഫേം ഞാൻ മുമ്പ് ഇങ്ങനെ കണ്ടു എന്നല്ലാതെ ഫേക്ക് ആണോ അല്ലേന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ്സുകൾ കേട്ടപ്പോൾ അത് ഒരുപാട് ബെനിഫിഷ്യൽ ആയി. ഗുഡ് പിന്നെ ഗുഡ്. ഇതാണ് മെയിൻ ആയിട്ട് ഡിസിപ്ലിൻ, ഇമോഷൻ കൺട്രോൾ. പിന്നെ ഈ ഡ്രൈവിങ്ങിന്റെ കാര്യം ബ്രോ പറഞ്ഞ പോലെ നമ്മളത് പഠിച്ചു വരുമ്പോൾ നമ്മുടേതായ കുറച്ച് സ്ട്രാറ്റജിയും കൂടെ ആഡ് ചെയ്തിട്ട് ഡിസിപ്ലിൻ ആയിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നൂറ് പ്രോഫിറ്റ് ആണ്. ശതമാനം അതാണ് ഞാൻ റിസൾട്ട് മനസ്സിലാക്കി കിട്ടും. 100%. നമ്മളിതാണ് ഡിസിപ്ലിൻ ഇല്ലാതെ നമ്മൾ തന്നെ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യാതെ പിന്നെ സെല്ല് വെക്കാത്തത് അതിന്റെയൊക്കെ വലിയ പ്രശ്നം അതായിരുന്നു. നമ്മളതൊന്നും മനസ്സിലാക്കാതെ ഇരുന്നു. പിന്നെ ഈ ബൈ മാർക്കറ്റിൽ നമ്മൾ സെല്ല് അടിച്ചുകൊണ്ടായിരുന്നു ഇതുവരെ ട്രേഡ് ചെയ്തിരുന്നു. അപ്പൊ അത് ട്രെൻഡ് മനസ്സിലാക്കാതെ ട്രേഡ് ചെയ്യുക. കാരണം ഇത് എന്തായാലും ഒരു കയറ്റത്തിന് ഇറക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു കോമൺ സ്ട്രാറ്റജി ഒക്കെ ആയിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വന്ന് ഒരുപാട് ഒരുപാട് ബെനിഫിഷ്യൽ ആയി. താങ്ക് യു സോ മച്ച്. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. അതുപോലെ തന്നെ പുതിയതായിട്ട് ഈ ഒരു കോഴ്സ് പഠിക്കാൻ വരുന്ന ആൾക്കാരുടെ അടുത്ത് ബ്രോഗൻ എന്താ പറയാനുള്ളത്? എന്തുകൊണ്ട് അവർ TMC അല്ലെങ്കിൽ ട്രൂസൻസിനെ ചൂസ് ചെയ്യണം? പുതുതായി വരുന്ന ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആള് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഒരു ദിവസം 5 ട്രേഡ് ചെയ്യും. അത് ആളുടെ ഒരു ടാർഗറ്റ് ആണ്. ഉം. അത് എന്തോ അത് മാർക്കറ്റ് കണ്ടീഷനോ അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല ആൾക്ക്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു ഇതിപ്പോ അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്തെടുക്കും ചോദിച്ചു.
അപ്പൊ ആള് പറഞ്ഞു ഒരു 3 ക്യാൻഡിൽ പിന്നെ ബൈ വന്നു കഴിഞ്ഞാൽ എന്തായാലും സെൽ എടുക്കൂലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓന് പിന്നെ XAUSD ആ ചാർട്ട് കാണിച്ചു കൊടുത്തു. അത് ഒരു സമയത്ത് ബൈ പോയി കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വരുന്നില്ല ചില സമയത്തൊന്നും. അപ്പോ പിന്നെ ആൾക്ക് SL ഒന്നും ഇല്ല. അപ്പൊ ആള് അങ്ങനെ ഈ കോഴ്സിന് ആണ് അതെ ഞാൻ പറഞ്ഞ. അപ്പൊ പറഞ്ഞ ആള് അപ്പൊ പ്രോപ്പർ ആയിട്ട് സ്ട്രാറ്റജി ഇതും ഒരു സ്കില്ലാണ്. നമ്മൾ പഠിക്കാനൊക്കെ പോയതാണെങ്കിലും സ്കില്ലാണെങ്കിലും പഠിക്കണ്ടേ, അതിന് ഒരുപാട് കോഴ്സുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ തന്നെ ഇപ്പൊ 2-3 റോബോട്ട് അങ്ങനത്തെ ഒക്കെ ഇട്ടിരുന്നു. പക്ഷെ ഇപ്പത്തെ ഈ വാർ കണ്ടീഷനിലൊക്കെ അതൊക്കെ വാഷൗട്ടായി പോയി. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് സെല്ലായിരുന്നു. പിന്നെ SI ആണെങ്കിലും യൂറോ SI ആണെങ്കിലും ഫുള്ള് മുകളിലോട്ടാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു വാല്യൂ മനസ്സിലാവും. അപ്പൊ യെസ്. പുതിയ ആളുകളോട് ഇതാണ് പറയാനുള്ളത്, എന്തായാലും ഇതൊരു സ്കില്ലായിട്ട് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് മുമ്പുള്ളതൊക്കെ പഠിച്ചതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇതെടുക്കാൻ. അല്ല ഇപ്പൊ ഞാനൊക്കെ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ഫ്രീ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ആദ്യം പൊളിച്ചു എഴുതി SL ഇല്ലാതെ ട്രേഡ് ചെയ്ത് ഇന്നേ വരെ അതൊക്കെ ഇല്ലാതാക്കി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. കോഴ്സ് ഡിസൈൻ ചെയ്തു എന്ത് ഒരു വീഡിയോ എന്തോ കണ്ടത് എത്തിപ്പെട്ടാണ് തോന്നുന്നു. അടിപൊളി. ഇൻസ്റ്റാഗ്രാമിലോ. ഓക്കെ, എന്തായാലും 50,000 ഹാപ്പി എന്ന് ആണല്ലോ. പറഞ്ഞാൽ നമുക്ക് തീർച്ചയായും ഓക്കെ. എന്തായാലും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നല്ല ഓക്കെ രീതിയിൽ താങ്ക്സ്. പ്രോഫിറ്റബിൾ ആകട്ടെ. ഓക്കെ. തീർച്ചയായും തീർച്ചയായും താങ്ക് യു.